പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം സ്വിച്ച് വേഡ് ആണ്. ഒരു പ്രധാന വ്യക്തിയെ ആകർഷിക്കുന്നതിനും പ്രണയബന്ധങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിനും നിങ്ങൾക്ക് ഈ ടെക്നിക് ഉപയോഗിക്കാം. കൂടാതെ വിവാഹം, മാനസിക സന്തോഷം എന്നീ കാര്യങ്ങൾക്കും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ വിഷയം പറയുന്നതിനു മുമ്പ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുകളിൽ പറഞ്ഞ ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള സ്വിച്ച് വേഡ്സ് മന്ത്രങ്ങൾ ഈ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോസിന്റെ അവസാനം അതിന്റെ ലിങ്കുകളും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്നേഹബന്ധങ്ങൾ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ആ വീഡിയോസ് കൂടെ കാണുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ അത് എന്തായാലും ധനം നേടുന്നതിനുള്ളതായും ആർക്കും ഒരു പണവും മുടക്കമില്ലാതെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. വിശ്വാസമാകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, തുടർന്ന് ഞങ്ങളെ കേൾക്കുക. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ഒരു കണ്ണാടി ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതി ആണ് പറയുവാൻ പോകുന്നത്. സ്ക്രീനിൽ കാണിക്കുന്ന സ്വിച്ച് വേഡ് മാത്രമല്ല ഈ ടെക്നിക്കിന് സഹായകരമാകുന്നത്. സ്നേഹബന്ധങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏത് സ്വിച്ച് വേഡും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ചാനലിൽ തന്നെ ധാരാളം ഈ വിഷയങ്ങൾക്കുള്ള സ്വിച്ച് വേഡ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ടെക്നിക്ക് ചെയ്യുവാൻ മെറ്റീരിയലുകൾ ഒരു കണ്ണാടിയും ലിപ്സ്റ്റിക് അല്ലെങ്കിൽ മാർക്കർ എന്നിവയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നതായി സങ്കൽപ്പിക്കുക എന്നതാണ്. കണ്ണാടി നിങ്ങളുടെ മുൻപിൽ ഉറപ്പിച്ചു നിർത്തുക. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹബന്ധങ്ങൾ നടന്നതായി സങ്കൽപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ കണ്ണാടിയിലേക്ക് നോക്കുക. ഈ വ്യക്തിയെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സ്വയം ചോദിക്കുക. ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ആകർഷകമായി തോന്നുന്ന ഗുണങ്ങളെക്കുറിച്ചും നിങ്ങൾ സങ്കൽപ്പിക്കുന്ന തരത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും ചിന്തിക്കുക. അവരുടെ അനുകമ്പയാണോ, നർമ്മബോധമാണോ, അതോ അവരുടെ സഹായമാണോ നിങ്ങളെ അവരിലേക്ക് അടുപ്പിച്ചത് എന്ന സത്യം ഓർക്കുക. നിങ്ങൾ അവരുമായി ഇടപഴകുന്ന സാഹചര്യങ്ങൾ സങ്കൽപ്പിക്കുക. വിശദാംശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പശ്ചാത്തലം, വികാരങ്ങൾ, സംഭാഷണങ്ങൾ. അവരോടൊപ്പമുള്ളത് നിങ്ങൾക്ക് എങ്ങനെ തോന്നും? നിങ്ങളുടെ ദിനചര്യയിൽ ദൃശ്യവൽക്കരണം ഉൾപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും ഫലപ്രദമാകും. കാരണം ഇത് ഈ ചിന്തകളെയും വികാരങ്ങളെയും നിങ്ങളുടെ ഉബോധമനസ്സിലേക്ക് തുളച്ചുകയറാൻ അനുവദിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സന്തോഷം, സ്നേഹം, സമാധാനം എന്നിവ അനുഭവിക്കുക. ഈ വിന്യാസം നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളുടെ ശക്തിയും വ്യക്തതയും വർദ്ധിപ്പിക്കുന്നു. അതിനുശേഷം കണ്ണാടിയിൽ നിങ്ങളുടെ സ്വിച്ച് വേഡ് എഴുതുക. എഴുതുവാൻ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ മാർക്കർ ഉപയോഗിക്കുക. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് 9 തവണ ആവർത്തിക്കുക. ഓരോ വാക്കും പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുക. ഊർജം അനുഭവിക്കുക. കണ്ണുകളിൽ നിന്ന് അനുഭവിച്ച ഊർജം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നിറയുന്നു. പിന്നീട് സ്നേഹിച്ച ആളിലേക്ക് ആ ഊർജം എത്തുന്നു. അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ജപിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിയുന്നത്ര സങ്കൽപ്പിക്കുക. എല്ലാ ദിവസവും രാവിലെയോ ഉറങ്ങുന്നതിന് മുൻപോ ഈ ടെക്നിക് പരിശീലിക്കുക. 2 നേരം പരിശീലനം നടത്തുന്നത് റിസൾട്ട് വേഗം ലഭിക്കുവാൻ സഹായകരമാണ്. നിങ്ങൾ തിരഞ്ഞു എടുക്കുന്ന സ്വിച്ച് വേഡ് എന്തായാലും അത് 28 തവണയോ അതിൽ കൂടുതലോ ആവർത്തിച്ച് ജപിക്കുക. 21 ദിവസം ഇത് ഉപയോഗിക്കുക. സ്വിച്ച് വേഡ് ജപിച്ചു കഴിഞ്ഞു. അടുത്തതായി ഒരു ചെറിയ സ്ഥിരീകരണം കൂടെ നിങ്ങൾ പറയുക. ഈ സ്ഥിരീകരണം കൂടി പറയുവാൻ തയ്യാർ ആവുക. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലത്തിരുന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ആഗ്രഹിച്ച വ്യക്തിയുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നത് മനസ്സിൽ സങ്കൽപ്പിച്ചുകൊണ്ട് പറയുക. 2 മിനിറ്റ് നേരം എങ്കിലും ഈ വാക്കുകൾ പരിശീലിക്കുക. ഇനിയും ഞങ്ങൾ പറയുന്നതുപോലെ പറയുക. സ്നേഹം നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ഞാൻ തുറന്ന മനസ്സുള്ളവനാണ്. സ്നേഹം നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ഞാൻ തുറന്ന മനസ്സുള്ളവനാണ്. സ്നേഹബന്ധങ്ങളെ ഞാൻ എളുപ്പത്തിൽ ആകർഷിക്കുന്നു. സ്നേഹബന്ധങ്ങളെ ഞാൻ എളുപ്പത്തിൽ ആകർഷിക്കുന്നു. സ്നേഹം എന്നിലേക്ക് അനായാസമായി ഒഴുകുന്നു. സ്നേഹം എന്നിലേക്ക് അനായാസമായി ഒഴുകുന്നു. സ്നേഹത്തിനായുള്ള ഒരു കാന്തമാണ് ഞാൻ. സ്നേഹത്തിനായുള്ള ഒരു കാന്തമാണ് ഞാൻ. സ്നേഹത്തിനും എന്റെ ആത്മമിത്രത്തിനും ഞാൻ എന്റെ ഹൃദയം തുറക്കുന്നു. സ്നേഹത്തിനും എന്റെ ആത്മമിത്രത്തിനും ഞാൻ എന്റെ ഹൃദയം തുറക്കുന്നു. പ്രിയമുള്ളവരെ, സ്നേഹബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള സ്വിച്ച് വേഡ് ജപിക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ അറിയുന്ന ആൾ ആയിരിക്കണം. ഒരു തവണ ജപിച്ചാൽ സ്വിച്ച് വേഡ് പ്രവർത്തിക്കുകയില്ല. കാരണം നിങ്ങൾ ജപിക്കുന്നത് നിങ്ങളുടെ ഉബോധമനസ് മനസ്സിലാക്കണം. ഉപബോധമനസ് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തു അത് നടത്തുവാൻ തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുക. അതിന് വിശ്വാസത്തോടുള്ള ജപമാണ് ആവശ്യം. കാര്യങ്ങൾ ശരിയായി ഞങ്ങളുടെ പല വീഡിയോസുകളിലും ഞങ്ങൾ പറഞ്ഞു തരുന്നു. നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുക.
അതുകൊണ്ടാണ് വിവരണങ്ങൾ നൽകുന്നത്. പ്രിയമുള്ളവരെ, ഈ ചാനൽ താങ്കൾക്ക് ജീവിതത്തിൽ ഗുണപ്പെടുമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകുക. മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് സംസാരിക്കാം.